ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിഷു സ്പെഷ്യലാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാളും കൂടെയാണ്. അപ്പം ഇതെല്ലാം കൂടി ചേർത്തൊരുക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഏട്ടൻ വർക്ക്ഷോപ്പിൽ നിന്ന് വരാൻ വേണ്ടി ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് തലേദിവസം കൂട്ടാന് വേണ്ടിയൊക്കെ അരിഞ്ഞു വെക്കുന്നത്. പിറ്റേ ദിവസത്തേനുള്ള കൂട്ടാനും ഒക്കെ വെക്കാനുള്ളതെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാണ് അരിഞ്ഞൊക്കെ വെച്ചത്. അപ്പം ഞാനൊരു 4:30 വെളുപ്പിന് ഒരു 4 മണി 4:30 ആയപ്പോഴത്തേനും കുളിയെല്ലാം കഴിഞ്ഞു. 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു. പിന്നെ അങ്ങ് മടി, തണുത്ത വെള്ളം കോരി ഒഴിക്കാൻ. അങ്ങനെ പിന്നെ 4:30 കുളിച്ചു. അപ്പോൾ നമുക്കിവിടെ കുരിയാലയുണ്ട്, കുരിയാലയെ വിളക്ക് വെക്കണം. അപ്പോൾ നമ്മൾ തലേദിവസം കിടക്കുന്നതിന് മുന്നേ, അതായത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുന്നതിനും ഒക്കെ മുന്നേ ആയിട്ട് നമ്മൾ കണിയൊക്കെ ഒരുക്കി എല്ലാ വിളക്കൊക്കെ കുരിയാലയിലും വിളക്ക് വെച്ചു. കണിയുടെ അടുത്തും വിളക്കൊക്കെ വെച്ചിട്ട് ഏട്ടനെയും അമ്മയും അച്ഛനെയും ഒക്കെ കണി ഒരുക്കിയത് കാണാൻ വേണ്ടി വിളിച്ചു. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ആൾ, അപ്പോൾ കുഞ്ഞിൻ്റെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തോടെ കണി ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരുക്കിയതാണ്. അപ്പം അവൾ രാത്രിയിലൊന്നും ശരിക്ക് ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. എന്തോ ബുദ്ധിമുട്ടൊക്കെ കാരണം നന്നായിട്ട് ഉറങ്ങാഞ്ഞതുകൊണ്ട് അതുകൊണ്ട് എണീറ്റ് ആ കണിയൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ടതേ ഉള്ളൂ. എന്നിട്ട് ആശാട്ടി നല്ല ഉറക്കമായിരുന്നു. സാരമില്ല, ആ കണി കുറച്ചെങ്കിലും കണ്ടല്ലോ, ഇനി കുഞ്ഞൊന്നുകൂടെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ കൊണ്ടൊന്ന് കാണിക്കാം എന്ന് ഏട്ടൻ പറഞ്ഞു. പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ ആശാട്ടി ആക്റ്റീവായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും കണിയുടെ അടുക്കിലോട്ട് വന്നിരുന്നു. ഏട്ടനപ്പോൾ ഓടിപ്പോയി, ഞാൻ കൈനീട്ടം എടുത്തുകൊണ്ട് വരാൻ ഓടിപ്പോയി പൈസയൊക്കെ എടുത്തുകൊണ്ട് വന്നു. ആദ്യമേ വാങ്ങിയൊന്നുമില്ല, പിന്നെ കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ അത് മുറുക്കെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നീ താടാന്ന് പറഞ്ഞിട്ട് പോലും തന്നില്ല. കണ്ടില്ലേ, മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏട്ടനെ കൈനീട്ടം തന്നു. ഏട്ടന് വലിയ തുകയായിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പക്ഷേ ഏട്ടനെ ഞാൻ കൈനീട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞ് കൈനീട്ടം വാങ്ങാൻ വേണ്ടി പോകുന്നത് അച്ഛൻ്റെയും അച്ഛമ്മയുടെ കയ്യിൽ നിന്നാണ്, അതായത് ഏട്ടൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും. കണ്ടോ, പൈസ കാണിച്ചപ്പോൾ തന്നെ ചാടി വീണത് കണ്ടോ. അപ്പം ഞങ്ങൾ പിന്നെ ചോദിച്ചിട്ട് പോലും ആശാട്ടി തന്നില്ല, മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഏട്ടൻ്റെ അമ്മയും കൊടുത്തു, പക്ഷെ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. കുഞ്ഞ് അപ്പം ഫോണിന് കയറി പിടിച്ചുകൊണ്ട് അതിൽ കിട്ടിയില്ല. ഇത് നമ്മുടെ ആറന്മുള അമ്പലമാണ്. 4:30 എഴുന്നേറ്റൻ്റെ ഉദ്ദേശം തന്നെ വെച്ചാൽ തിരക്കില്ലാതെ അമ്പലത്തിൽ വന്ന് തൊഴാം എന്നൊരു ഇത് വെച്ചിട്ടാണ്. പക്ഷെ കുഞ്ഞല്ലേ, കുഞ്ഞിന് ആഹാരം എന്തെങ്കിലും ഉണ്ടാക്കാം, അതുണ്ടാക്കി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവൾ വഴക്കായിരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേന് സമയം കുറേ പോയി. പിന്നെ എല്ലാവരും കുളിച്ചൊരുങ്ങി വന്നപ്പോഴത്തേന് സമയം ഏകദേശം 6 മണിയായി. ഞങ്ങളിവിടെ അമ്പലത്തിൽ വന്നപ്പോൾ 6:30 പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞെട്ടിപ്പോയി, അതുപോലെ ക്യൂ ആയിരുന്നു. പിന്നെ കയ്യിൽ കുഞ്ഞുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളെ കയറ്റിയിട്ട് ക്യൂവിൻ്റെ ഇടയ്ക്കൂടെ ഞങ്ങളെ കയറി പോവായിരുന്നു. അമ്മയും അച്ഛനും പുറകെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ചാനലുകാരുണ്ട്. എൻ്റെ തൊട്ട് പുറകെ നിൽക്കുന്ന ഏഷ്യാനെറ്റുകാരനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ലൈവായിട്ടുള്ളതൊക്കെ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പിന്നെ നമ്മൾ പോകുന്നത്, അതായത് പത്തനംതിട്ട ജില്ലയിലെ എടപ്പാറ, അതായത് ഇലന്തൂരടുത്ത് എടപ്പാറ മലനട എന്ന് പറയുന്നത് മഹാദേവൻ്റെ പ്രതിഷ്ഠയുള്ള അമ്പലത്തിലാണ് നമ്മൾ വന്നത്. ഇവിടെ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം വിഷുവിൻ്റെ സമയത്തൊക്കെയാണ് ഇവിടെ ഉത്സവം. കൂടുതലായിട്ട് പറഞ്ഞറിയിക്കാൻ എനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇവിടെ അടുത്താണ് ഏട്ടൻ്റെ അമ്മയുടെ വീട്. അപ്പം അമ്മയും കൂടെ നമ്മൾ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം അമ്മയും കൂടെ കൂട്ടാനുണ്ട്. ഈ അമ്പലത്തിൽ ഞാൻ 2ാമത്തെ തവണയാണ് വരുന്നത്. കല്യാണം കഴിഞ്ഞ് വിഷുവിനും പിന്നെ ഇത്തവണ കുഞ്ഞുമായിട്ടാണ് വരുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കായംകുളം കൊച്ചുണ്ണിക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു പ്രതിഷ്ഠ പോലെ കൊടുത്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞത് തെറ്റായിട്ട് വന്നോ എനിക്കറിയത്തില്ല, അങ്ങനൊരു സ്ഥാനം കൊടുത്തിട്ടുള്ളൊരു അമ്പലം കൂടിയാണ്. ഭയങ്കര വിഷമമാണ് തുമ്പിക്ക്. കാക്ക എങ്ങനെ മോനെ അലയ്ക്കുന്നേ? എങ്ങനെ പൂച്ച എങ്ങനെ അലയ്ക്കുന്നേ? പട്ടി എങ്ങനെ കുരയ്ക്കുന്നേ? പാട്ട് പാടിക്കേ. അമ്പലത്തിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ എനിക്ക് അറിയാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് വിവരിക്കാഞ്ഞത്. പിന്നെ കുഞ്ഞ് ഇട്ടിരിക്കുന്ന പട്ടുപാവാടയും ബ്ലൗസും എൻ്റെ അമ്മ തയ്ച്ചതാണ്. അപ്പം ബ്ലൗസ് മാത്രമായിട്ടേ ഉള്ളായിരുന്നുള്ളൂ. അപ്പം ഞാനത് പ്ലെയിനായിട്ട് കിടക്കുന്നത് കൊണ്ട് ഒരു സ്റ്റോണും ഒക്കെ വെച്ചിട്ട് ഞാനൊന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ഇടാതെ കൂട്ടത്തിൽ കാണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയത്തില്ല, കുഞ്ഞിൻ്റെ ബ്ലൗസിൻ്റെ കഴുത്ത് അപ്പോൾ ഇതേപോലെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചിട്ട് എല്ലാം നമ്മുടെ ഇതുപോലത്തെ പശ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. പിന്നെ നേരത്തെ എൻ്റെ ഒരു കൂട്ടുകാരുടെ കല്യാണത്തിന് വേണ്ടി ഞാനായിരുന്നു ഈ ബ്രൈഡൽ ബ്ലൗസിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത്.
അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ബീഡ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ടാണ് ഞാനിത് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. ഇത് കുന്തൻ സ്റ്റോണാണ് കേട്ടോ. അത് ഗോൾഡനും സിൽവറും കളറിൽ വരുന്ന ടൈപ്പ് ഇതിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കയ്യിൽ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെച്ചിട്ട് ഒരു ഭംഗി തോന്നിയില്ല. പിന്നെ ഇതെല്ലാം പറിച്ച് വായിലിടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ പശയും തേക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും അങ്ങനെ ഇടുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പാവാടയൊക്കെ അഴിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കയറി വന്നതാണ് ഈ ഫോട്ടോ. നമ്മൾ ആറന്മുള അമ്പലത്തിൽ വെച്ചിട്ട് എടുത്തിരുന്ന ഫോട്ടോ. പിന്നെ ദാണ്ട് പട്ടുപാവാടയും ബ്ലൗസും ഒക്കെ ഇട്ട്. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പിറന്നാളും വിഷുവും കൂടെ ചേർന്ന ദിവസം ആയതുകൊണ്ട് സദ്യ കഴിക്കാൻ വിചാരിച്ചു. അമ്മയാണ് എല്ലാം ഉണ്ടാക്കിയത്. ഞങ്ങൾ അരിഞ്ഞ് കൊടുത്തതേ ഉള്ളൂ. അമ്മ തന്നെ, അത് ഏട്ടൻ്റെ അമ്മയാണ് എല്ലാം ഉണ്ടാക്കിയത്. പായസം വരെ എല്ലാ ഐറ്റവും. ഞാനിവിടുന്ന് പാത്രം കഴുകാൻ, തൂത്തുവാരാൻ, ക്ലീനിങ് അങ്ങനെയുള്ള പരിപാടിക്ക് മാത്രമേ ഞാൻ കൂടുകയുള്ളൂ. കാരണം വെച്ചാൽ എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല. ഒരുപാട് പേര് കഴിക്കാൻ വേണ്ടി വരുമ്പോഴത്തേനും അവർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇതിന് കുഴപ്പമുണ്ടാവുമോ അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ പോകാറില്ല. ഇങ്ങനെ ചെറിയ ചെറിയ കൈപ്പണിക്ക് മാത്രമേ ഞാൻ നിൽക്കാറുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടാനും ഉണ്ടായിരുന്നു. അവിയൽ, സാമ്പാർ, പരിപ്പ്, മോര്, പച്ചമോര്, പിന്നെന്തായിരുന്നു പച്ചടി, അച്ചാർ, പപ്പടം, പഴം മാത്രം ഇല്ലായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ആദ്യമേ ആശാട്ടി അവിടെ ഇരിക്കാൻ നോക്കിയിട്ട് അവളവിടെ ഇരുന്നില്ല. അപ്പം ഇത് ഏട്ടൻ്റെ മോനാണ്. അതായത് ഏട്ടൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ പ്രവീഷ് ചേട്ടൻ, അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ അവൻ കുഞ്ഞുമായിട്ട് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവനും ഉണ്ട്. പിന്നെ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നത് എൻ്റെ അനിയനാണ്. തന്നെ ഇരുത്താൻ നോക്കിയിട്ട് ഇവൾ ജന്മം ഇരിക്കുന്നില്ലായിരുന്നു. അവൻ വന്നപ്പോഴാണ് ഇരുന്നത്. എനിക്ക് ഈ പപ്പടം കഴിപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിങ്ങനെ മുറിച്ച് പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ചോറ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ അവൾ കഴിച്ചത് പപ്പടമാണ്. പക്ഷെ സാധാരണ നമ്മൾ വീഡിയോ കണ്ടിട്ടില്ലേ, ഇലയും വരച്ച് കീറി ചോറും കളഞ്ഞ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ആശാട്ടി മര്യാദയ്ക്കിരുന്ന് കഴിച്ചു. സാധാരണഗതിയിൽ ഞാൻ കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോൾ കഴിക്കാതൊക്കെ വരുമ്പോഴത്തേന് കുഞ്ഞ് തന്നെ വാരി കഴിക്കട്ടെ എന്ന് വിചാരിച്ച് പ്ലേറ്റിന് ഇച്ചിരി ചോറിട്ട് ഞാൻ കൊടുക്കും. അത് മൊത്തം ഒരുമാതിരി ചപ്പാത്തി വരത്തുന്ന പോലെ നിലത്തും പ്ലേറ്റിനകത്തും ഇട്ട് തൂത്ത് വാരി ദേഹത്തും കാലയിലും കയ്യിലും എല്ലാം തൂത്ത് വെക്കും. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഇത് ഇങ്ങനൊരു കഴിക്കാൻ വേണ്ടി ഇലയിലൊക്കെ ഇട്ട് ഇരുത്തിയപ്പോൾ തന്നെ ആശാട്ടി അങ്ങനെ ഒന്നും ചെയ്തില്ല. അവൾക്ക് വശമെന്നുള്ള രീതിയിൽ അവളുടേതായ രീതിയിൽ ആഹാരം കഴിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വിചാരിച്ചു ഇല കീറും, അങ്ങനെ ഒരുപാട് എരിവുള്ള കറിയൊന്നും വെക്കരുത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഏട്ടൻ ഇഞ്ചിക്കറി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവനോട് പറഞ്ഞു, അമ്പോറ്റി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കേട്ടോ. അപ്പം അവൻ പിന്നെ ഇഞ്ചിക്കറി അതിൽ നിന്ന് അങ്ങ് മാറ്റി. കുഞ്ഞിന് കണ്ണിലെങ്ങാനും തൊട്ടാലോ എന്ന് വെച്ചിട്ട് ഇഞ്ചിക്കറി അങ്ങ് എടുത്തു. പപ്പടം തന്നെയാണ് അവൾ കഴിക്കുന്നത്. പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ അധികം പപ്പടവും കൊടുക്കാറില്ല. അപ്പം നല്ലപോലെ ഇളക്കി കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിലും പകുതി ചോറും കൈയുടെ വിടവിൽ കൂടെ താഴോട്ട് വരികയായിരുന്നു ചെയ്തിരുന്നത്. ഇച്ചിരി കഴിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ആശാട്ടി നല്ല ഉറക്കമായിരുന്നു. ഇച്ചിരി പായസം കൊടുത്തിട്ടുണ്ടായിരുന്നു. പായസമൊക്കെ കുടിച്ച് കുശാലായിട്ട് ആശാട്ടി സന്തോഷത്തോടെ കിടന്നുറങ്ങി കേട്ടോ. ഞങ്ങൾ ഹാപ്പിയായിരുന്നു. അമ്മയും ഒത്തിരി ഹാപ്പിയായി. കാരണം അമ്മ തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കി കുഞ്ഞിന് വേണ്ടി അമ്മയെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എന്നിട്ട് അമ്മ തന്നെ എല്ലാം കൂടെ റെഡിയാക്കി തലേദിവസം അച്ചാറും ഇഞ്ചിക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് പിന്നെ പെട്ടെന്ന് സ്പീഡാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് എല്ലാം അമ്മ ഉണ്ടാക്കിയത്. എനിക്കങ്ങനെ പറ്റത്തില്ല കേട്ടോ. അഥവാ തന്നെ ഞങ്ങൾ 4-5 പേരുണ്ടെങ്കിൽ പോലും എനിക്കത്ര സ്പീഡൊന്നുമില്ല. എനിക്ക് ഭയങ്കര സ്ലോയാണ്. ഞാനെല്ലാം തൂത്തും തുടച്ചും അങ്ങനെ ഒരു 3-4 തവണ കയ്യും കഴുകി ഒക്കെ വരുമ്പോൾ തന്നെ എനിക്ക് താമസമാണ്. അപ്പോൾ അമ്മയ്ക്ക് എല്ലാം ഭയങ്കര സ്പീഡ്. നമ്മൾ നിമിഷ നേരം കൊണ്ടെല്ലാം ഉണ്ടാക്കി റെഡിയാക്കി വെക്കും. അപ്പം കുഞ്ഞ് നല്ല എൻജോയ് ചെയ്തിട്ടാണ് ആഹാരം കഴിക്കുന്നത് കേട്ടോ. കാരണം ഡോറ ബുജിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോൻകുട്ടനും അതായത് എൻ്റെ അനിയനും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് അവൾ കഴിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞ് വലിയ ഫാമിലി. അതായത് പറയാതിരിക്കുന്നത് സാരി എടുത്ത എൻ്റെ അമ്മ, ബ്ലാക്ക് ഷർട്ടിലിരിക്കുന്ന എൻ്റെ അനിയൻ, പിന്നെ അപ്പുറം ഇരിക്കുന്ന എൻ്റെ ഹസ്ബൻഡ് ഏട്ടൻ, പിന്നെ അമ്പോറ്റിയുണ്ട്. ഏട്ടൻ്റെ ചേട്ടൻ്റെ മോനാണ്. ഞങ്ങൾ അമ്പോറ്റി എന്നാണ് വിളിക്കുന്നത്. ഋഷികേശ് എന്നാണ് പേര്. അപ്പം ഞങ്ങൾ ഇത്രയും പേരും കൂടെ കുഞ്ഞ് കഴിക്കുന്ന വീഡിയോസും ഫോട്ടോയും അതെല്ലാവരും നോക്കിയിരിക്കുന്നു. കുഞ്ഞ് ആദ്യമായിട്ട് കഴിക്കുന്ന സദ്യ കൂടിയാണ് കേട്ടോ. ഞങ്ങൾ കുഞ്ഞിന് ചോറുകൊണ്ട് നടത്തിയെങ്കിലും അങ്ങനെ സദ്യയായിട്ടിരുത്തി ആദ്യമായിട്ട് കഴിക്കുന്നതാണിത്. അപ്പം ഭയങ്കര സ്പെഷ്യലാണ് ഇന്നത്തെ ഒരു ദിവസം. വിഷുവും പിറന്നാളും എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ടേ. കുഞ്ഞിൻ്റെതായി ഈ ഒരു ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു വീഡിയോ എടുത്ത കൂട്ടത്തിൽ ഞാൻ എടുത്തൊരു ഫോട്ടോ കേട്ടോ. പിന്നെ ഇതേപോലെ സദ്യ കഴിക്കുമ്പോൾ പപ്പടം കടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാണ് കുഞ്ഞിൻ്റെ ചേട്ടായി.
അപ്പം ഋഷികേശൻ എന്നാണ് അവൻ്റെ ശരിക്കുള്ള പേര്. അമ്പോറ്റെന്ന് ഞങ്ങൾ വീട്ടിൽ വിളിക്കും. പൊന്നുണ്ണിയേ ഇനി ചേട്ടായി അമ്മമ്മ വാരി തരട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വായും തുറന്നിരുന്ന കേട്ടോ. എനിക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ വിഷു പ്രമാണിച്ച് ഈ ഒരുക്കങ്ങളും ബാക്ക്ഗ്രൗണ്ടും എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ ഫോണിലെടുത്തിരിക്കുന്ന ഫോട്ടോസാണ് ഈ കാണുന്നത് ഓരോന്നും. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏത് ഫോട്ടോസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അലങ്കോലപ്പെടുത്തിയ ഫോട്ടോസൊക്കെ. അപ്പോൾ എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. കൂട്ടത്തിൽ കുഞ്ഞിൻ്റെ അമ്മമ്മ കുഞ്ഞിന് ഉടുപ്പൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് ഇതുപോലത്തെ നെറ്റുള്ള ഉടുപ്പൊന്നും ഇഷ്ടമൊന്നുമല്ല. പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഉടുപ്പ് വാങ്ങിയത്. എല്ലാവരും വിഷു അടിച്ചു പൊളിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബായ്.